ജയശങ്കർ, ജോസ് കെ മാണിയുടെ വാർത്താസമ്മേളനം താങ്കൾ ശ്രദ്ധിച്ചിരിക്കാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൽ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞ അഭ്യൂഹങ്ങളെയൊക്കെ തള്ളുക മാത്രമല്ല, അത് മാധ്യമ സൃഷ്ടി മാത്രമാണ്. ഇതിന് പിന്നിൽ ചില കേന്ദ്രങ്ങൾ ഉണ്ട്, അത് തനിക്കറിയാം ഇത്തരം വാർത്തകൾ വരുന്നത് എവിടെ നിന്നാണ് എന്ന് കൂടി പറയുന്നുണ്ട്. മാത്രമല്ല, നിലവിലെ സാഹചര്യത്തിൽ LDF-ൽ നിന്ന് വിട്ടുപോകേണ്ട ഒരു കാര്യവുമില്ല, ഒന്നുമില്ല മുന്നണിക്ക് മുന്നിൽ എന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ക്ലോസ്ഡ് ചാപ്റ്റർ ആണോ, രാഷ്ട്രീയമാണ്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സമയങ്ങൾ ഇനി ചരടുവലിക്കൊക്കെ ഉണ്ട്. എന്താണ് അങ്ങ് മനസ്സിലാക്കുന്നത്? അല്ല, ജോസ് കെ മാണി പറയുന്നത് നമ്മൾ ഇന്നത്തെ നിലയ്ക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഈ ജോസ് കെ മാണി എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവിന്റെ സൽപ്പേരിന് കളങ്കം വരുത്താനായിട്ട് ഇവിടെ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹം മനസ്സാ വാചാ കർമ്മണ വിചാരിക്കാത്ത കാര്യങ്ങളെ കുറിച്ച് ഇന്നലത്തെ ദിവസം മുഴുവനും മാധ്യമങ്ങൾ കപോല കൽപ്പിതമായ പല കഥകളും മെനഞ്ഞുണ്ടാക്കി പാർട്ടിക്കകത്ത് ഭിന്നതയുണ്ട്. റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും ഇടതുപക്ഷത്ത് തുടരും. ജോസ് കെ മാണിയും സംഘവും അവരുടെ പാർട്ടിയും മുന്നണി വിട്ടു പോകും. UDF-ൽ ചേക്കേറും. അവർക്ക് ഇന്ന സീറ്റുകൾ കൊടുക്കും. 9 സീറ്റ് ജോസ് മാണിയുടെ ഗ്രൂപ്പിന് കൊടുക്കും, 6 സീറ്റ് ജോസഫ് ഗ്രൂപ്പിന് കൊടുക്കും എന്നൊക്കെ ഉള്ള വിവാദം ഉണ്ടാക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തു. ഇത് നേരം വെളുത്തപ്പോൾ ജോസ് കെ മാണി പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ദുബായിലെ ICU-വിൽ കിടക്കുന്ന അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയതാണ്. അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ MLA-മാരെല്ലാവരും മുഖ്യമന്ത്രിയുടെ പ്രതിഷേധ സമരത്തിൽ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നു. അദ്ദേഹം പറയുന്നു, യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളെ നിങ്ങളുടെ ഭാവി തലമുറയും ആലോചിച്ച് കരഞ്ഞാൽ മതിയെന്ന് ദൈവവചനം വരെ കോട്ട് ചെയ്തിരിക്കും. പിന്നെ നമുക്ക് അദ്ദേഹത്തെ വിശ്വസിക്കേണ്ട ഒരു കാര്യമില്ല. അല്ലെങ്കിൽ ജോസ് കെ മാണി അന്തസ്സുള്ള ഒരു നേതാവാണ്. പുള്ളി അങ്ങനെ കൂട് വിട്ട് കൂട് മാറുന്ന ആളും അല്ലെങ്കിൽ മുന്നണി വിട്ട് മുന്നണി മാറുന്ന ആളുമല്ല. പുള്ളിയുടെ ഇതപര്യന്തമുള്ള ചരിത്രം പരിശോധിച്ചാലും അത് ശരിയാണ്. പുള്ളി ഇന്ന് വരെ ഒരു മുന്നണി നിന്ന് വേറെ മുന്നണിക്ക് പോയ ചരിത്രം ഉണ്ടാക്കി. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് നമ്മൾ തൽക്കാലം വിശ്വസിക്കുക. അദ്ദേഹം മാറുന്നവരെ ജയശങ്കർ, സാധാരണ രാഷ്ട്രീയ നേതാക്കൾ അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കമോ മറ്റോ മനസ്സിലുണ്ടെങ്കിൽ പോലും ആ വാക്കുകളിൽ നിന്ന് എന്തെങ്കിലും, ആ വാക്കുകളിലൂടെയെങ്കിലും ഒരു സംശയങ്ങൾക്ക് ഇടം നൽകുന്ന രീതിയിൽ ആ വാർത്താ സമ്മേളനത്തിന്റെ രത്നച്ചുരുക്കമായി വെക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെയൊന്നും ഈ വാർത്താ സമ്മേളനത്തിൽ ഈ ചുരുക്ക സമയത്ത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് ഉണ്ടായില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് അങ്ങേക്കും തോന്നുന്നത്? എനിക്കും അങ്ങനെയാണ് തോന്നിയത്. ജോസ് കെ മാണി ഒരു മികച്ച നടനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹം പറയുന്നതിൽ നമുക്ക് അവിശ്വസിക്കേണ്ടതായിട്ട് ഒന്നും തന്നെയില്ല. മാത്രമല്ല, ഇന്നത്തെ നിലയ്ക്ക് പാർട്ടി മുന്നണി വിട്ടു പോയി കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന പരിക്ക് വളരെ സാരമായിരിക്കും എന്നും അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടുകൂടി രാഷ്ട്രീയ വിവേകം അദ്ദേഹത്തെ വിലക്കുന്നതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു.